ഐസോസ്ലെസ് ട്രയാങ്കിൾസ്. ഒരു ട്രയാങ്കിളിന് 3 സൈഡ്സ് ആണുള്ളത്. അതിൽ 2 സൈഡ്സ് ഈക്വൽ ആകുമ്പോൾ നമുക്ക് ആ ട്രയാങ്കിളിനെ ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് വിളിക്കാം. ഇനി ഐസോസ്ലെസ് ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ വരയ്ക്കാൻ പോവാണ്. ഞാൻ ട്രയാങ്കിൾ എ ബി സി വരച്ചു. ഇതിൽ എ സിയും ബി സിയും 6 സെൻറ്റിമീറ്റർ ആയിട്ടാണ് വരച്ചത്. സോ എ സി ഈസ് ഈക്വൽ ടു ബി സി ആൻഡ് ദിസ് ട്രയാങ്കിൾ എ ബി സി ഈസ് ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ. ഇനി ഞാൻ എ ബിയുടെ മിഡ് പോയിൻ്റ് എം മാർക്ക് ചെയ്തു. എന്നിട്ട് എമ്മിൽ നിന്നും സിയിലേക്ക് ഒരു ലൈൻ ജോയിൻ ചെയ്തു. സോ വി ഹാവ് 2 ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ എ എം സി ആൻഡ് ട്രയാങ്കിൾ ബി എം സി. നമുക്കറിയാം എം ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ ബി, ദെർഫോർ എ എം ഈസ് ഈക്വൽ ടു ബി എം. സി എം ഈസ് കോമൺ സൈഡ് ഫോർ ബോത്ത് ട്രയാങ്കിൾസ്. എ സി ഈസ് ഈക്വൽ ടു ബി സി ആണ്, കാരണം അങ്ങനെയാണ് നമ്മൾ ഈ ട്രയാങ്കിൾ വരച്ചിട്ടുള്ളത്. Therefore 3 sides of triangle AMC is equal to 3 sides of triangle BMC. Therefore triangle AMC and triangle BMC are equal triangles. അപ്പോൾ നമുക്ക് CM is equal to CM എന്ന് എഴുതാം. Therefore angle opposite to CM is equal to angle opposite to CM. Angle opposite to CM ഫസ്റ്റ് ട്രയാങ്കിളിലെ ആംഗിൾ A ആണ്. സെക്കൻഡ് ട്രയാങ്കിളിലെ ആംഗിൾ ഓപ്പോസിറ്റ് ടു CM ആംഗിൾ B ആണ്. Therefore ആംഗിൾ A is equal to ആംഗിൾ B. സോ നമ്മുടെ ഐസോസ്ലെസ് ട്രയാങ്കിൾ എ ബി സിയിലെ ബി സിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളാണ് ആംഗിൾ എ, അതേപോലെ എ സിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളാണ് ആംഗിൾ ബി. Therefore we can say if 2 sides of a triangle are equal, the angles opposite to these sides are also equal. ഇനി ഒരു ട്രയാങ്കിളിലെ 2 ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അവയ്ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ്സ് ഈക്വൽ ആണോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ആംഗിൾസ് ഈക്വലുള്ള ഒരു ട്രയാങ്കിൾ എ ബി സി വരച്ചു. ഇവിടെ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ആയിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഇനി സിയിൽ നിന്നും ലൈൻ എ ബിയിലേക്ക് ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ചു. എന്നിട്ട് ആ ലൈൻ എ ബിയിൽ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിനെ ഞാൻ പി എന്ന് മാർക്ക് ചെയ്തു. Now we have 2 triangles, triangle APC and triangle BPC. ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ആണ്, കാരണം ഈ 2 ആംഗിൾസും ഈക്വൽ ആയിട്ടാണ് ഞാൻ ഈ ട്രയാങ്കിൾ വരച്ചിട്ടുള്ളത്. സി പി ഈസ് കോമൺ സൈഡ് ടു ബോത്ത് ട്രയാങ്കിൾസ്. സി പി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. Therefore ആംഗിൾ എ പി സി ആൻഡ് ആംഗിൾ ബി പി സി ആർ 90 ഡിഗ്രി. ഇനി നമുക്ക് ആംഗിൾ എ സി പി കാണാം. അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. Therefore in triangle APC angle A plus angle APC plus angle ACP is equal to 180 ഡിഗ്രി. ആംഗിൾ എ പി സി 90 ഡിഗ്രി ആണ്. സോ ആംഗിൾ എ പ്ലസ് 90 പ്ലസ് ആംഗിൾ എ സി പി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ സി പി ഇസ് ഈക്വൽ ടു 180 മൈനസ് 90 മൈനസ് ആംഗിൾ എ, ദാറ്റ് ഈസ് 90 മൈനസ് ആംഗിൾ എ. ഇനി നമുക്ക് ട്രയാങ്കിൾ ബി പി സി നോക്കാം. അവിടെ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പി സി പ്ലസ് ആംഗിൾ ബി സി പി 180 ഡിഗ്രിയാണ്. ആംഗിൾ ബി പി സി 90 ഡിഗ്രിയാണ്. Therefore ആംഗിൾ ബി പ്ലസ് 90 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി സി പി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ബി സി പി ഇസ് ഈക്വൽ ടു 180 മൈനസ് 90 മൈനസ് ആംഗിൾ ബി, ദാറ്റ് ഈസ് 90 മൈനസ് ആംഗിൾ ബി. ആംഗിൾ ബിയും ആംഗിൾ എയും ഈക്വൽ ആണ്. Therefore നമുക്കിതിനെ 90 മൈനസ് ആംഗിൾ എ എന്ന് എഴുതാം. 90 മൈനസ് ആംഗിൾ എ ആംഗിൾ എ സി പി ആണ്, നമ്മൾ നേരത്തെ കണ്ടു. Therefore ആംഗിൾ ബി സി പി ഇസ് ഈക്വൽ ടു ആംഗിൾ എ സി പി. So one side and angles at its ends of triangle APC is equal to one side and angles at its ends of triangle BPC. Therefore triangle APC യും triangle BPC യും equal triangles ആണ്. നമുക്ക് ആംഗിൾ എ പി സി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി പി സി എന്ന് എഴുതാം. സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ എ പി സി ഇസ് ഈക്വൽ ടു സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ ബി പി സി. ആംഗിൾ എ പി സിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എ സി ആണ്. ആംഗിൾ ബി പി സിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ബി സി ആണ്. Therefore എ സി ഇസ് ഈക്വൽ ടു ബി സി. പക്ഷേ എ സിയും ബി സിയും ഈ ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സ് ആണ്. Therefore we form if 2 angles of a triangle are equal, then the sides opposite to equal angles are also equal. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന് 3 സൈഡ്സ് ആണുള്ളത്. ഈ 3 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ നമുക്കതിനെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസിനുള്ള പ്രത്യേകത എന്തെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ 3 സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എ ബി സി വരച്ചു. ഇതിൽ ആദ്യം നമുക്ക് ഇതിനെ ഒരു ഐസോസെൽ ട്രയാങ്കിളായി കൺസിഡർ ചെയ്യാം, കാരണം ഇതിൽ 2 സൈഡ്സ് ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു ഇൻ ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ ദാറ്റ് ഈസ് ഇഫ് 2 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾസ് ആർ ഈക്വൽ ദെൻ ദി ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിൽ എ സി ഇസ് ഈക്വൽ ടു ബി സി എന്ന് എഴുതാം. Therefore ആംഗിൾ ഓപ്പോസിറ്റ് ടു എ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ഓപ്പോസിറ്റ് ടു ബി സി. ആംഗിൾ ഓപ്പോസിറ്റ് ടു എ സി ആംഗിൾ ബി ആണ്. ആംഗിൾ ഓപ്പോസിറ്റ് ടു
ബി സി ആംഗിൾ എ ആണ്. ദെർഫോർ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ. ട്രയാങ്കിൾ എ ബി സിയിലെ എല്ലാ സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എ ബി ഈസ് ഈക്വൽ ടു എ സി എന്ന് എഴുതാം. ദെർഫോർ ആംഗിൾ ഓപ്പോസിറ്റ് ടു എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഓപ്പോസിറ്റ് ടു എ സി. ആംഗിൾ ഓപ്പോസിറ്റ് ടു എ ബി ആംഗിൾ സി ആണ്. ആംഗിൾ ഓപ്പോസിറ്റ് ടു എ സി ആംഗിൾ ബി ആണ്. ദെർഫോർ ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. സോ നമുക്ക് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി. നമുക്കറിയാം ട്രയാങ്കിൾ എ ബി സിയിൽ എല്ലാ ആംഗിൾസിൻ്റെയും സം 180 ഡിഗ്രിയാണ്. ദെർഫോർ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ബിയും ആംഗിൾ സിയും നമുക്ക് ആംഗിൾ എ എന്ന് എഴുതാം, കാരണം എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. ദെർഫോർ ആംഗിൾ എ പ്ലസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദാറ്റ് ഈസ് 3 ഇൻറ്റു ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. Angle A is equal to 180 divided by 3, that is equal to 60 degree. Therefore angle B യും angle C യും 60 degree ആണ്. So we got in any equilateral triangle all angles are 60 degree. Any triangle with all angles 60 degree is an equilateral triangle. Can you explain why? കുറച്ച് മുമ്പ് ഒരു ട്രയാങ്കിളിലെ എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ എല്ലാ ആംഗിൾസും 60 ഡിഗ്രിയാണ് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആണെങ്കിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രയാങ്കിൾ എ ബി സി വരച്ചു. ഇതിലെ എല്ലാ ആംഗിൾസും 60 ഡിഗ്രിയാണ്. തൽക്കാലം ട്രയാങ്കിൾ എ ബി സിയെ ഞാനൊരു ഐസോസിലസ് ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്യാണ്, കാരണം ഇതിലെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എന്ന് എഴുതാം. നമുക്കറിയാം സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ഇൻ ആൻ ഐസോസിലസ് ട്രയാങ്കിൾസ് ആർ ഓൾസോ ഈക്വൽ. ദെർഫോർ സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ എ ഈസ് ഈക്വൽ ടു സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ ബി. സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ എ ബി സി ആണ്, സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ ബി എ സി ആണ്. ദെർഫോർ ബി സി ഈസ് ഈക്വൽ ടു എ സി എന്ന് എഴുതാം. അതേപോലെ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ സി ആണ്. ദെർഫോർ സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ എ ഈസ് ഈക്വൽ ടു സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ സി. സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ എ ബി സി ആണ്, സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ സി എ ബി ആണ്. ദെർഫോർ ബി സി ഈസ് ഈക്വൽ ടു എ ബി. സോ നമുക്ക് എ ബി ഈസ് ഈക്വൽ ടു ബി സി ഈസ് ഈക്വൽ ടു എ സി എന്ന് എഴുതാം. ദാറ്റ് ആർ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. സോ വി ഫൗണ്ട് in any triangle with all angles 60 degree, the sides are equal and this triangle is equilateral. Some isosceles triangles are drawn below. In each one angle is given. Find the other angles. ഫസ്റ്റ് ട്രയാങ്കിളിനെ നമുക്ക് എ ബി സി മാർക്ക് ചെയ്യാം. ആംഗിൾ എ ആണ് 30 ഡിഗ്രി തന്നിട്ടുള്ളത്. ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇതിലെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഈ ഫിഗർ കണ്ടിട്ട് ആംഗിൾ എയും ആംഗിൾ ബിയുമാണ് ഈക്വൽ മെഷർമെൻ്റ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. ആംഗിൾ എ 30 ഡിഗ്രിയാണ്. സോ ആംഗിൾ ബി ഈസ് ഓൾസോ 30 ഡിഗ്രി. ഇനി നമുക്ക് ആംഗിൾ സി കാണാം. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ദെർഫോർ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ 30 ഡിഗ്രിയാണ്, ആംഗിൾ ബി 30 ഡിഗ്രിയാണ് നമ്മൾ കണ്ടുപിടിച്ചു. സോ 30 plus ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. 30 plus 30 60 ഡിഗ്രിയാണ്. ദെർഫോർ 60 plus ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 minus 60, that is equal to 120 ഡിഗ്രി. സെക്കൻഡ് ട്രയാങ്കിളിനും നമുക്ക് എ ബി സി മാർക്ക് ചെയ്യാം. ഇവിടെ ആംഗിൾ സി ആണ് 40 ഡിഗ്രി. ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിലെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഈ ഫിഗർ കണ്ടിട്ട് ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആവാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണെന്ന് എഴുതാം. നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. Therefore angle A plus angle B plus angle C is equal to 180 degree. Angle C 40 degree ആണ്. Therefore angle A plus angle B plus 40 degree is equal to 180 degree. Angle A plus angle B is equal to 180 minus 40 degree, that is equal to 140 degree. Therefore angle A plus angle B is equal to 140 degree. ഇനി നമ്മൾ കണ്ടു ആംഗിൾ എ ഇസ് ഇക്വൽ ടു ആംഗിൾ ബി ആണ്. സോ നമുക്ക് ആംഗിൾ ബിക്ക് പകരം ആംഗിൾ എ എന്ന് എഴുതാം. സോ ആംഗിൾ എ പ്ലസ് ആംഗിൾ എ ഇസ് ഇക്വൽ ടു 140 ഡിഗ്രി. 2 ഇൻറ്റു ആംഗിൾ എ ഇസ് ഇക്വൽ ടു 140 ഡിഗ്രി. ആൻഡ് ആംഗിൾ എ ഇസ് ഇക്വൽ ടു 140 by 2, that is equal to 70 degree. ആംഗിൾ ബി ആംഗിൾ എയും ഈക്വൽ ആണ്. സോ ആംഗിൾ ബി ഇസ് ഇക്വൽ ടു ആംഗിൾ എ, ദാറ്റ് ഈസ് ഇക്വൽ ടു 70 ഡിഗ്രി. തേർഡ് ഫിഗർ നോക്കാം. ഈ ട്രയാങ്കിളിനെ നമുക്ക് എ ബി സി മാർക്ക് ചെയ്യാം. ഇവിടെ ആംഗിൾ എ ആണ് 20 ഡിഗ്രി. ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിലെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഈ ഫിഗർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആംഗിൾ ബി ഇസ് ഇക്വൽ ടു ആംഗിൾ സി.
ഇനി നമുക്ക് ആംഗിൾ ബിയും ആംഗിൾ സിയും കാണാം. അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ദെർഫോർ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ 20 ഡിഗ്രിയാണ്. ദെർഫോർ 20 പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 180 മൈനസ് 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 160 ഡിഗ്രി. ദെർഫോർ നമുക്ക് ആംഗിൾ സി എ നമുക്ക് ആംഗിൾ ബി എന്ന് എഴുതാം, കാരണം ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ആണ്. സോ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 160 ഡിഗ്രി. 2 ഇൻറ്റു ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 160 ഡിഗ്രി. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 160 ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി. ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ദാറ്റ് ഈസ് 80 ഡിഗ്രി. ഫോർത്ത് ഫിഗർ നോക്കാം. ഇതിലെ ട്രയാങ്കിളിന് നമുക്ക് എ ബി സി മാർക്ക് ചെയ്യാം. ഇതൊരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിലെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ആംഗിൾ എ 100 ഡിഗ്രിയാണ്. ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണെന്ന് നമുക്ക് ഫിഗർ കണ്ടാൽ മനസ്സിലാവും. സോ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി. നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ദെർഫോർ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ 100 ഡിഗ്രിയാണ്. ദെർഫോർ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 മൈനസ് 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 80. ആംഗിൾ സിയും ആംഗിൾ ബിയും ഈക്വൽ ആണ്. സോ നമുക്ക് ആംഗിൾ സിക്ക് പകരം ആംഗിൾ ബി എന്ന് എഴുതാം. സോ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി. 2 ഇൻറ്റു ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 80 ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 40. ആംഗിൾ സി ഈസ് ഓൾസോ 40 ഡിഗ്രി. One angle of an isosceles triangle is 90 degree. What are the other two angles? ഒരു ഐസോസ്ലെസ് ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കുമെന്ന് നമുക്കറിയാം. നമുക്ക് ആ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിനെ ഈക്വൽ ആംഗിൾസ് എന്ന് പറയാം, മറ്റേ ആംഗിളിനെ അൺഈക്വൽ ആംഗിൾ എന്ന് പറയാം. സോ സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രിയാണ്. സോ അൺഈക്വൽ ആംഗിൾ പ്ലസ് ഈക്വൽ ആംഗിൾ പ്ലസ് ഈക്വൽ ആംഗിൾ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഈ ട്രയാങ്കിളിലെ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. പക്ഷേ അത് ഈക്വൽ ആംഗിൾ ആണോ അതോ അൺഈക്വൽ ആംഗിൾ ആണോ എന്ന് നമുക്കറിയില്ല. സോ നമുക്ക് ആദ്യം ഈ 90 ഡിഗ്രിയെ ഈക്വൽ ആംഗിളായിട്ട് കൺസിഡർ ചെയ്യാം. സോ അൺഈക്വൽ ആംഗിൾ പ്ലസ് 90 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. 90 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി 180 ഡിഗ്രിയാണ്. സോ അൺഈക്വൽ ആംഗിൾ പ്ലസ് 180 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അൺഈക്വൽ ആംഗിൾ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 180 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി. അപ്പോൾ ഒരു ട്രയാങ്കിളിലെ ഒരു ആംഗിൾ ഒരിക്കലും 0 ഡിഗ്രി ആവില്ല. സോ ഈ 90 ഡിഗ്രി ഈക്വൽ ആംഗിൾ അല്ല, അൺഈക്വൽ ആംഗിളാണ്. സോ നമുക്ക് സം ഓഫ് ആംഗിൾസ് കാണാം. അൺഈക്വൽ ആംഗിളിന് പകരം നമുക്ക് 90 ഡിഗ്രി ആക്കാം. സോ 90 ഡിഗ്രി പ്ലസ് ഈക്വൽ ആംഗിൾ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. 90 ഡിഗ്രി പ്ലസ് 2 ഈക്വൽ ആംഗിൾസ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. 2 equal angle is equal to 180 degree minus 90 that is 90. 1 equal angle is equal to 90 degree by 2 that is 45 degree. So the other angles are 45 degree. One angle of an isosceles triangle is 60 degree. What are the other two angles? ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾസിൽ രണ്ട് ഈക്വൽ ആംഗിൾസും ഒരു അൺഈക്വൽ ആംഗിൾസും ആണ് ഉണ്ടാവുക. നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. സോ unequal angle plus equal angle is equal to 180 degree. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഈ ട്രയാങ്കിളിൽ ഒരു ആംഗിൾ 60 ഡിഗ്രിയാണ്. പക്ഷേ അത് അൺഈക്വൽ ആംഗിൾ ആണോ ഈക്വൽ ആംഗിൾ ആണോ എന്ന് നമുക്കറിയില്ല. സോ നമുക്ക് ഇതിനെ ഈക്വൽ ആംഗിളായിട്ട് കൺസിഡർ ചെയ്യാം. സോ അൺഈക്വൽ ആംഗിൾ പ്ലസ് 60 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. 60 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി 120 ഡിഗ്രിയാണ്. സോ അൺഈക്വൽ ആംഗിൾ പ്ലസ് 120 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. Unequal angle is equal to 180 degree minus 120 that is equal to 60 degree. So all angles in this triangle are 60 degree. In the figure below, O is the center of circle and A, B are points on the circle. Compute angle A and angle B. OA and OB are lines drawn from the center of circle to the perimeter of circle. So OA and OB are radii of circle. നമുക്കറിയാം radii of circles are equal. So OA is equal to OB. ട്രയാങ്കിൾ OABയിൽ OAയും OBയും ഈക്വൽ ആണ്. സോ ട്രയാങ്കിൾ OAB ഈസ് ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ. നമുക്കറിയാം ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ ഇൻ ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ. സോ OA ഈസ് ഈക്വൽ ടു OBയെ നമുക്ക് ആംഗിൾ ഓപ്പോസിറ്റ് ടു OA is equal to angle opposite to OB എന്ന് എഴുതാം.
ആംഗിൾ ഓപ്പോസിറ്റ് ടു ഒ എ ആംഗിൾ ബി ആണ്. ആംഗിൾ ഓപ്പോസിറ്റ് ടു ഒ ബി ആംഗിൾ എ ആണ്. സോ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ. സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് 180 degree. So in triangle OAB, angle O plus angle A plus angle B is equal to 180 degree. Angle B is equal to angle A ആണെന്ന് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു. സോ നമുക്ക് ആംഗിൾ ബിക്ക് പകരം ആംഗിൾ എ എന്ന് എഴുതാം. ആംഗിൾ ഒ 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. Therefore 60 degree plus angle A plus angle A is equal to 180 degree. That is 60 degree plus 2 angle A is equal to 180 degree. 2 angle A is equal to 180 degree minus 60 degree, that is equal to 120 degree. 1 angle A is equal to 120 divided by 2, that is equal to 60 degree. Angle B is equal to angle A ആണ് നമ്മൾ നേരത്തെ കണ്ടു. So angle B is also 60 degree. In the figure below, O is the center of the circle and A, B, C are points on the circle. What are the angles of triangle ABC? ഒ എയും ഒ സിയും ഒ ബിയും സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും സർക്കിളിൻ്റെ പെരിമീറ്ററിലേക്കുള്ള ലൈൻസാണ്. സോ ഒ എ ആൻഡ് ഒ ബി ആൻഡ് ഒ സി ആർ റേഡിയസ് ഓഫ് സർക്കിൾ. നമുക്കറിയാം സർക്കിളിൻ്റെ റേഡിയസുകളൊക്കെ ഈക്വൽ ആയിരിക്കും. സോ ഒ എ ഇസിക്കൽ ടു ഒ സി ഇസിക്കൽ ടു ഒ ബി എന്ന് എഴുതാം. ഇനി നമുക്ക് ട്രയാങ്കിൾ ഒ എ സി നോക്കാം. ഇവിടെ ഒ എ ഇസിക്കൽ ടു ഒ സി ആണ്, കാരണം അവ സർക്കിളിൻ്റെ റേഡിയസുകളാണ്. So triangle OAC is an isosceles triangle and angles opposite to equal sides are equal. OA is equal to OC ആണ്. So angle opposite to OA is equal to angle opposite to OC. Angle opposite to OA angle OCA ആണ്. Angle opposite to OC angle OAC ആണ്. So angle OCA is equal to angle OAC. നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി ആണ്. Therefore in triangle OAC angle AOC plus angle OCA plus angle OAC is equal to 180 degree. ആംഗിൾ AOC 120 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ OCAയും ആംഗിൾ OACയും ഈക്വൽ ആണ്, നമ്മൾ കുറച്ച് മുമ്പ് കണ്ടുപിടിച്ചു. സോ നമുക്ക് ആംഗിൾ OACക്ക് പകരം ആംഗിൾ OCA എന്ന് എഴുതാം. സോ 120 ഡിഗ്രി പ്ലസ് ആംഗിൾ OCA പ്ലസ് ആംഗിൾ OCA is equal to 180 degree. ആംഗിൾ OCA പ്ലസ് ആംഗിൾ OCA is equal to 2 angle OCA ആണ്. Therefore 120 degree plus 2 angle OCA is equal to 180 degree. 2 angle OCA is equal to 180 minus 120, that is equal to 60 degree. Angle OCA is equal to 60 divided by 2, that is equal to 30 degree. ആംഗിൾ OACയും ആംഗിൾ OCAയും ഈക്വൽ ആണ് നമ്മൾ കണ്ടല്ലോ. സോ ആംഗിൾ OAC is also 30 degree. ഇനി നമുക്ക് ട്രയാങ്കിൾ ഒ എ ബി നോക്കാം. ഇവിടെ ഒ എയും ഒ ബിയും ഈക്വലാണ്, കാരണം അവ സർക്കിളിൻ്റെ റേഡിയസുകളാണ്. സോ ട്രയാങ്കിൾ ഒ എ ബി ഈസ് ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ ആൻഡ് ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഒ എ ഇസ് ഈക്വൽ ടു ഒ ബി എന്ന് എഴുതാം. സോ ആംഗിൾ ഓപ്പോസിറ്റ് ടു ഒ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ഓപ്പോസിറ്റ് ടു ഒ ബി. ആംഗിൾ ഓപ്പോസിറ്റ് ടു ഒ എ ആംഗിൾ ഒ ബി എ ആണ്. ആംഗിൾ ഓപ്പോസിറ്റ് ടു ഒ ബി ആംഗിൾ ഒ എ ബി ആണ്. Sum of angles in a triangle is 180 degree. Therefore in triangle OAB, angle OAB plus angle OBA plus angle BOA is equal to 180 degree. Angle OBA is equal to angle OAB ആണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു. സോ നമുക്ക് ആംഗിൾ ഒ ബി എക്ക് പകരം ആംഗിൾ ഒ എ ബി എന്ന് എഴുതാം. അതേപോലെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആംഗിൾ ബി ഒ എ 120 ഡിഗ്രിയാണ്. Therefore ആംഗിൾ ഒ എ ബി പ്ലസ് ആംഗിൾ ഒ എ ബി പ്ലസ് 120 ഡിഗ്രി is equal to 180 degree. 2 angle OAB plus 120 degree is equal to 180 degree. 2 angle OAB is equal to 180 minus 120, that is equal to 60 degree. Angle OAB is equal to 60 divided by 2, that is equal to 30 degree. Angle OBA is equal to angle OAB ആണ് നമ്മൾ കണ്ടല്ലോ. സോ ആംഗിൾ OAB is also 30 degree. നമ്മൾ ലാസ്റ്റ് ഇയറിൽ പഠിച്ചു ആംഗിൾ അറൗണ്ട് എ പോയിൻ്റ് ഈസ് 360 degree. Therefore here the angle around the center of circle O is 360 degree. Therefore angle AOC plus angle BOA plus angle BOC is equal to 360 degree. Angle AOC 120 degree ആണ്. Angle BOA 120 degree ആണ്. Therefore 120 plus 120 plus angle BOC is equal to 360. 120 plus 120 240 ആണ്. Therefore 240 plus angle BOC is equal to 360. Angle BOC is equal to 360 minus 240, that is equal to 120 degree. ഇനി നമുക്ക് ട്രയാങ്കിൾ BOC ഒന്ന് നോക്കാം.
ഇവിടെ ഒ ബിയും ഒ സിയും ഈക്വലാണ്, കാരണം അവ സർക്കിളിൻ്റെ റേഡിയസുകളാണ്. അതുകൊണ്ട് ട്രയാങ്കിൾ ബി ഒ സി ഒരു ഐസോസ്ലെസ് ട്രയാങ്കിളാണ്. നമുക്കറിയാം ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ ഇൻ ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ. ദെർഫോർ നമുക്ക് ഒ ബി ഇസിക്കൽ ടു ഒ സി എന്ന് എഴുതാം. ആൻഡ് ആംഗിൾ ഓപ്പോസിറ്റ് ടു ഒ ബി ഇസിക്കൽ ടു ആംഗിൾ ഓപ്പോസിറ്റ് ടു ഒ സി. ആംഗിൾ ഓപ്പോസിറ്റ് ടു ഒ ബി ആംഗിൾ ഒ സി ബി ആണ്. ആംഗിൾ ഓപ്പോസിറ്റ് ടു ഒ സി ആംഗിൾ ഒ ബി സി ആണ്. ദെർഫോർ ആംഗിൾ ഒ സി ബി ഇസിക്കൽ ടു ആംഗിൾ ഒ ബി സി. ഇനി നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. Therefore, in triangle BOC, angle OCB plus angle OBC plus angle BOC is equal to 180 degree ആണ്. ആംഗിൾ ഒ സി ബിയും ആംഗിൾ ഒ ബി സിയും ഈക്വലാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു. സോ നമുക്ക് ആംഗിൾ ഒ ബി സിക്ക് പകരം ആംഗിൾ ഒ സി ബി എന്ന് എഴുതാം. Therefore, ആംഗിൾ ഒ സി ബി പ്ലസ് ആംഗിൾ ഒ സി ബി പ്ലസ് ആംഗിൾ ബി ഒ സി is equal to 180 ഡിഗ്രി. ആംഗിൾ ബി ഒ സി 120 ഡിഗ്രിയാണ് നമ്മൾ നേരത്തെ കണ്ടു. സോ angle OCB plus angle OCB plus 120 degree is equal to 180 degree. That is 2 angle OCB is equal to 180 minus 120, that is equal to 60 degree. Angle OCB is equal to 60 divided by 2, that is equal to 30 degree. Angle OBC angle OCB ക്ക് equal ആണ് നമ്മൾ കണ്ടു. So angle OBC is also 30 degree. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾസൊക്കെ കാണാനാണ്. അതായത് ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും ആണ് കാണേണ്ടത്. ആംഗിൾ എ ഇസിക്കൽ ടു ആംഗിൾ ഒ എ ബി പ്ലസ് ആംഗിൾ ഒ എ സി ആണ്. ആംഗിൾ ഒ എ ബിയും ഒ എ സിയും 30 ഡിഗ്രിയാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു. ദെർഫോർ 30 പ്ലസ് 30 ഇസിക്കൽ ടു 60 ഡിഗ്രി. ആംഗിൾ ബി ഇസിക്കൽ ടു ആംഗിൾ ഒ ബി എ പ്ലസ് ആംഗിൾ ഒ ബി സി ആണ്. ആംഗിൾ ഒ ബി എ 30 ഡിഗ്രിയാണ്. ആംഗിൾ ഒ ബി സിയും 30 ഡിഗ്രിയാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടുപിടിച്ചു. So angle B is equal to 30 degree plus 30 degree, that is equal to 60 degree. ഇനി ആംഗിൾ സി കാണാം. ആംഗിൾ സി is equal to ആംഗിൾ ഒ സി ബി പ്ലസ് ആംഗിൾ ഒ സി എ ആണ്. ആംഗിൾ ഒ സി ബി 30 ഡിഗ്രി ആണെന്ന് കണ്ടു. ആംഗിൾ ഒ സി എയും 30 ഡിഗ്രി ആണെന്ന് കണ്ടു. Therefore, angle C is equal to 30 degree plus 30 degree, that is equal to 60 degree.